പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ ഈ രാവിൽ നാളത്തെ പകലിലുമൊക്കെയായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അത്ഭുതകരമായ 3 സ്വലാത്തുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ 3 സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന 3 സ്വലാത്തുകളാണ്. പൂർവ്വകാലം മുതലേ നമ്മൾ കേട്ടുപരിചയമുള്ള, നമുക്ക് എപ്പോഴും ചൊല്ലാൻ പോലും അറിയുന്ന, മനഃപ്പാടമുള്ള, വളരെ പവിത്രമേറിയ ഈ 3 സ്വലാത്തുകൾ അതെത്രയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രയും തവണ ഇന്നത്തെ രാവിലും പകലിലുമൊക്കെയായിട്ട് ചൊല്ലിയാൽ വളരെയധികം പ്രതിഫലം അതിന് ലഭിക്കും. നമ്മുടെ ഏത് നീറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ, റബ്ബിനോടത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാനും സാധിക്കും. അത് ഏറ്റവും കൂടുതലാക്കുന്ന രൂപത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു രീതിയും ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ച രാവിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് ഖൈറിൻ്റെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും. എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഫത്ഹ് കിട്ടും. നീറുന്ന ഏത് വിഷമങ്ങളുണ്ടോ അതിൽ നിന്ന് നമുക്ക് സലാമത്ത് കിട്ടും. രോഗങ്ങൾക്ക് ശിഫയാകാനൊക്കെ അത് കാരണമാകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്കും സ്വലാത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹു നമുക്ക് ഖൈറിൻ്റെ എല്ലാ വാതിലുകളും നമുക്ക് മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരട്ടെ ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പരിചയപ്പെടുന്ന സ്വലാത്തുകൾ എന്ന് പറഞ്ഞാൽ 3 പവിത്രമേറിയ സ്വലാത്തുകൾ. നമ്മുടെ മജ്ലിസിൽ എപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത. നമ്മുടെ മജ്ലിസിൽ ഈ 3 സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ? ഈ 3 സ്വലാത്തുകൾക്ക് അത്രമേൽ പവിത്രതയും മഹത്വവും ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. സ്വലാത്ത് പൊതുവെ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. നമുക്കൊക്കെ അറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം എന്നുള്ളത് അത് കേവലം നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം ചൊല്ലുന്നതോ ഒന്നുമല്ല. ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് എന്തിനാ? അള്ളാഹു പറഞ്ഞതാണ്. സൂറത്തുൽ അഹ്സാബിൻ്റെ സ്വലാത്തിൻ്റെ ആയത്ത്, സ്വലാത്തിൻ്റെ പ്രഖ്യാപനം ചെയ്യുന്ന ആയത്ത് ഏതെന്നറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇത് കേവലം ഗോപ്യമാക്കി വെച്ച് പറഞ്ഞതല്ല, ഇത് അവ്യക്തമായി പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ തുറന്ന് പറയുകയാണ്. അള്ളാഹു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അവൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുവിൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്തിൽ വ്യക്തമായി തുറന്നു പറയുന്നു. അപ്പോൾ ഇത് അള്ളാഹു പറഞ്ഞതാണ്. സ്വലാത്ത് ചൊല്ലണം, ഞാനും മലക്കുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പറയാണ്. നിങ്ങൾ നോക്കൂ, ഇതേപോലെയുള്ള ഒരു കർമ്മം ഈ ദുനിയാവിലൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഏതുപോലെയുള്ള കർമ്മം? ഞാനും മലക്കുകളും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുവിൻ. നിസ്കാരത്തിനെ കുറിച്ച് അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ കാണാൻ കഴിയില്ല. നോമ്പിനെ കുറിച്ച് അങ്ങനെയുണ്ടോ? ഒരു അമലിനെ കുറിച്ചും അങ്ങനെ കാണാൻ കഴിയില്ല. അത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ്. വെള്ളിയെ സ്വലാത്ത് കൊണ്ട് പൊന്നാക്കണം എന്നാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. അങ്ങനെ ഒരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ ഒരുപാട് മഹത്തുക്കൾ സ്വലാത്തുകൾ രചിക്കാൻ തുടങ്ങി. അങ്ങനെ രചിക്കപ്പെട്ട സ്വലാത്തുകളാണ് നമ്മളിന്ന് ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൻ നാരിയ, സ്വലാത്തുൻ നൂർ, സ്വലാത്തുൽ ഫാത്തിമിയ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്വലാത്തു താജ് ഉൾപ്പെടെയുള്ള നിരവധി സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകളൊക്കെ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ സ്വലാത്തുകൾ എഴുതാൻ വേണ്ടി മാത്രം ഇമാമുകൾ അവരുടെ സമയം ചെലവഴിച്ചു. അങ്ങനെ ധാരാളം സ്വലാത്തുകൾ വന്നു. ഹദീസിൽ വന്ന സ്വലാത്തുകളിൽ എത്ര സ്വലാത്തുകളുണ്ട്? നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്തുകളിൽപ്പെട്ട സ്വലാത്താണത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി സ്വലാത്ത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണത് ചൊല്ലണം എന്നുള്ളത്. ഇനി സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താ? നമ്മൾ ദുനിയാവിലെ ആഖിറത്തിലെ ഏത് പ്രശ്നങ്ങളും തീരും. ഏത് പ്രശ്നങ്ങളും തീരുമോ? അതങ്ങനെ വെറുതെ ഒരു വെറും വാക്ക് പറയണോ?
അല്ല, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു, സ്വലാത്ത് ചൊല്ലിയാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും ഏതു പ്രശ്നങ്ങളും തീർന്നു കിട്ടും എന്നുള്ളത് നബി തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ? അതെ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട്, ഹദീസിൻ്റെ എല്ലാ ഭാഗങ്ങളും പറയുന്നില്ല, ഇങ്ങനെ ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലാം, ഇത്രയും ചെല്ലാം എന്നൊക്കെ ഹബീബായ തങ്ങളോട് പറയുമ്പോൾ അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയ വഹം ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയ വഹമ്മൽ ആഖിറ. അങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ദുനിയാവിലെ ഹമ്മദ്ദുനിയ വഹമ്മൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്, അത് മതിയാകുന്നതാണ്. തീരാത്ത കടങ്ങളുണ്ടോ, മാറാത്ത രോഗങ്ങളുണ്ടോ, തലക്ക് മീതെ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ടോ, ചൊല്ലിക്കോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ട് വെള്ളിയെ പൊന്നാക്കണം, ആ സ്വലാത്ത് കൊണ്ട് ധാരാളം വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് മഹത്തുക്കളായ ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഫുഖഹാക്കൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് സ്വലാത്തിനെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നതിനേക്കാളും ഉപരി സ്വലാത്തിനെ വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് 3 സ്വലാത്തുകളിൽ ഒന്ന് സ്വലാത്തുൽ ഫാത്തിഹ ആണ്, രണ്ടാമത്തെ സ്വലാത്തുൻ നാരിയയാണ്, മൂന്നാമത്തെ സ്വലാത്തു ഷിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്തു തിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത്, രോഗഷിഫായിനുള്ള പ്രത്യേകമുള്ള സ്വലാത്ത്. അപ്പോൾ ഈ സ്വലാത്ത്, ഈ 3ഉം നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണം പറഞ്ഞുതരാം. ഇതിലുള്ള സ്വലാത്തുൽ ഫാത്തിഹ 100 തവണ ചൊല്ലുക, സ്വലാത്തു നാരിയ 100 തവണ ചൊല്ലുക, സ്വലാത്തു തിബ് സ്വലാത്ത് അത് 100 തവണ ചൊല്ലുക. അപ്പോൾ ടോട്ടൽ എത്ര സ്വലാത്തായി? 300 സ്വലാത്തായി. ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഫുഖഹാക്കളൊക്കെ ഈ വെള്ളിയാഴ്ചയുടെ ആദാബുമായി ബന്ധപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പറയുന്നത്, സ്വലാത്ത് ചൊല്ലിയാൽ, അന്നത്തെ ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് സുന്നത്ത്. സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 300 തവണ ചൊല്ലണം. അപ്പോൾ ഈ 3 സ്വലാത്ത് 100 തവണ ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവൻ്റെ പരിധിയിൽപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചയാളായി മാറി. 300ആണ് അതിൻ്റെ ഒരു കണക്ക് ഇമ്മത്തുകൾ കൂടുതൽ ആളുകളും പറയുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ദർജന ഉയർത്തട്ടെ, അവരുടെ ഇൽമോണ്ടൊക്കെ നമുക്ക് അള്ളാഹു നഫ്അ് നൽകട്ടെ. അപ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇനി സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഗുണം എന്താണ്? നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടഞ്ഞു കിടക്കുന്ന ഡോർസുകളുണ്ട്, വാതിലുകളുണ്ടെന്ന് സങ്കല്പിക്കുക. നമുക്ക് ചില കാര്യങ്ങളോട് തുറന്നിട്ടുന്നില്ല, അതിനുള്ളതാണ് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൻ നാരിയ എന്തിനാണ്? സ്വലാത്തുൻ നാരിയ തീ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് സ്വലാത്തുകൊണ്ട് അത് കിട്ടുന്നുള്ളതാണ്. തീ വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് അതിനാണ് സ്വലാത്തുൻ നാരിയ. സ്വലാത്തു തിബ് എന്ന് പറഞ്ഞാൽ രോഗഷിഫായിന് പ്രത്യേകമായിട്ടുള്ള സ്വലാത്താണ്. നമ്മുടെ രോഗങ്ങൾ മാറണം എന്നുള്ള നിയ്യത്തോടു കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലിയൊക്കെ തീർച്ചയായും രോഗങ്ങൾ മാറും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ ഷിഫയാകാൻ അത് ധാരാളമാണ്, അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും വ്യതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നമുക്ക് തീർത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ രാവിലും പകലിലുമൊക്കെ ആയിട്ട് ഇന്ന് മഗ്‌രിബോടുകൂടെ നമുക്കിത് ചൊല്ലിത്തുടങ്ങാം. നമ്മുടെ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതോടുകൂടെ തീർന്നു കിട്ടണം. അതിന് ഈ 3 സ്വലാത്ത് നിങ്ങൾ കൈവെടിയരുത്, നിങ്ങളത് മുറുകെ പിടിച്ചോ. എത്രയോ ആളുകൾ പല വിഷയങ്ങളും നടക്കാതെ സ്വലാത്തുകൾ ചൊല്ലിയപ്പോൾ നടന്നിട്ടുണ്ട്. എനിക്കറിയാം 1,00,000 തവണ സ്വലാത്തുന്നൂർ സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചപ്പോൾ അത് ചൊല്ലി പൂർത്തീകരിച്ച് സ്വലാത്ത് ചൊല്ലി ഉടനെ നടന്ന എത്ര അനുഭവം എന്നറിയോ? എനിക്കെന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ധാരാളമായിട്ട് ചൊല്ലിക്കോ. നിങ്ങൾക്കും വ്യക്തിപരമായിട്ട് അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ആ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകൾ ചൊല്ലുക. അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് വലിയ ഫത്ഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ താഴെ എഴുതി അറിയിക്കുക.
നമ്മൾ രാത്രിയുള്ള മജ്ലിസിലും രാവിലെയുള്ള മജ്ലിസുകളിലൊക്കെ പ്രത്യേകം അവകളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും അതിലൊക്കെ വലിയ സലാമത്ത് ലഭിക്കാനും വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.